ധന്യ, ഈ കിർനാക്കുന്നിലെ ആണവ കേന്ദ്രങ്ങൾ മുഴുവൻ ഇന്ത്യ ആക്രമിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? ലോകം മുഴുവൻ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരത്തിൽ എന്തെങ്കിലും പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിന് അടുത്തുള്ള ഒരു മൊട്ടക്കുന്നാണ് ഈ കിർനാക്കിൽ. നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അവിടെ ആണവ ചോർച്ച ഉണ്ടായി, ആണവ വികിരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത് ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ സർക്കാരും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാൻ സൈനിക മേധാവികളും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്കിതിൽ കൃത്യമായ ഉറപ്പ് പറയാൻ കഴിയില്ല. പക്ഷേ ആണവ കേന്ദ്രം കത്തുന്നതിന്റെ ചില ദൃശ്യങ്ങൾ, അത് വ്യാജമാണോ എന്നറിയില്ല, ചില ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ലോകം മുഴുവൻ ചോദിക്കുന്നത് ഇന്ത്യ അത്തരത്തിൽ ഇന്ത്യയെ ഈ ആണവ ആയുധം ഉപയോഗിച്ച് തീർക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തിയ പാകിസ്ഥാന് ഇന്ത്യ അത് വെച്ച് തന്നെ മറുപടി കൊടുത്തോ? കാരണം ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ആ ഭാഗത്ത് എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? ഈജിപ്ഷ്യന്റെ ബോറോൺ 10 എന്ന് പറയുന്ന ഒരു വിമാനം ഈ നൈൽ നദീ തീരത്തുള്ള മണ്ണ് ഈ അണുവികിരണം തടയാൻ ഉതകുന്ന തരത്തിലുള്ള മണ്ണാണ്. ആ മണ്ണുമായി ഒരു ഈജിപ്ഷ്യൻ വിമാനം ഇവിടെ പാകിസ്ഥാനിലേക്ക് വന്നു എന്ന് പറയുന്നുണ്ട്. റഡാർ സംവിധാനങ്ങളിൽ അത് ലക്ഷ്യസ്ഥാനം പാകിസ്ഥാൻ എന്ന് കാണിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു എനർജി ഈ വിമാനം അമേരിക്കയിൽ നിന്നും പാകിസ്ഥാനിലേക്ക് വന്നിട്ടുണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ അണുവികിരണം സംഭവിക്കുമ്പോൾ വരുന്ന വിമാനങ്ങൾ ആണ് ഈ US-ൽ നിന്ന് ഈജിപ്തിൽ നിന്നും ഒക്കെ വന്നിരിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാനിൽ ഒരു അണുവികിരണം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോട് എന്താ പറയുക, സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സിന്ധു നദീജല കരാർ ഒരു തരത്തിലും ഇന്ത്യ റദ്ദാക്കിയതിൽ നിന്ന് പിന്മാറില്ല എന്ന് പറയുന്നുണ്ട്. എങ്ങനെയെങ്കിലും വെള്ളം തരണമെന്ന് പറഞ്ഞ് പാകിസ്ഥാൻ ഇന്ത്യയോട് കാല് പിടിച്ച് കരഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഈ ചെയ്ത തെറ്റിനെല്ലാം ഞങ്ങൾക്ക് മാപ്പ് തരണം, എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങളുടെ ജനങ്ങൾ വെള്ളം ഇല്ലാതെ വലിയ ബുദ്ധിമുട്ടിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. അതിനിടയ്ക്ക് മസൂദ് അസൂറിന് 1 കോടി രൂപ കൊടുക്കാനും പാകിസ്ഥാൻ തയ്യാറായിരിക്കുന്നു. കാരണം അയാളുടെ ഏകദേശം 14 കുടുംബാംഗങ്ങളെ ഇന്ത്യൻ സൈന്യം തീർത്തു. അതിന് മനോവിഷമത്തിലിരിക്കുന്ന മസൂദ് അസറിനെ കടമെടുത്ത IMF-ൽ നിന്ന് 10,000 കോടി കടമെടുത്തതിൽ നിന്ന് 1 കോടി രൂപ ഇയാൾക്ക് കൊടുക്കാൻ പാകിസ്ഥാൻ സർക്കാർ തീരുമാനിക്കുന്നു എന്നൊക്കെയുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നു. അപ്പൊ പാകിസ്ഥാൻ ഇപ്പോഴും പഴയപടി തന്നെയാണ്. ഭീകര കേന്ദ്രങ്ങൾ ഉണ്ടാക്കുക, ഭീകരരെ വളർത്തുക, അതുവഴി ലോകത്തെ നശിപ്പിക്കുക. ഇതിൽ നിന്ന് ഇവന്മാര് ഒരിക്കലും മാറില്ല, പഠിച്ചതേ പാടൂ. അപ്പൊ ഇവന്മാര് ഒരിക്കലും മാറില്ല. പക്ഷെ ഈ മറ്റുള്ള രാജ്യങ്ങളോട് നിങ്ങൾ എന്ത് വേണോ കാണിച്ചോ, അത് ഇവിടെ പ്രശ്നമുള്ള കാര്യമില്ല. കാരണം അവിടുത്തെ ആളുകൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികൾക്ക് നിങ്ങളെ നേരിടാൻ കഴിവുണ്ടെങ്കിൽ അവർ നേരിട്ടുണ്ട്. പക്ഷെ ഇന്ത്യയോട് കളിച്ചാൽ ഇവിടെ ശക്തരായ സേനയുണ്ട്, ശക്തരായ ഭരണകൂടമുണ്ട്. നമുക്കറിയാം, പ്രതിപക്ഷം പോലും നമ്മളോടൊപ്പം നിന്നുകൊണ്ട്, ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ പോലും സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ടാണ് പാകിസ്ഥാനെതിരെ യുദ്ധം അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ നമ്മൾ തിരിച്ചടി നൽകണം, കൃത്യമായ തിരിച്ചടി, ഇനി അവന്മാര് പൊങ്ങരുത്, അവന്മാരെ പത്തി അടിച്ച് താഴ്ത്തണം എന്ന രീതിയിൽ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ ഇന്ത്യ ഒറ്റക്കെട്ടാണ്. ഇന്ത്യ ഭിന്നിപ്പിക്കാൻ കലിമ ചൊല്ലിക്കൊണ്ട് മതം ചോദിച്ചുകൊണ്ടാണ് പഹൽഗാമിലെ 26 പേരുടെ ജീവൻ എടുത്തത്. അപ്പോൾ ഈ പാകിസ്ഥാൻകാർ കരുതിയത് നമ്മൾ ഇവിടെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ തമ്മിൽ ഇവിടെ ശത്രുതയുണ്ടാകും, ഇവിടെ വലിയ രീതിയിലുള്ള ഭിന്നിപ്പ് നടക്കും, അതുവഴി ഇവർക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയെ തകർക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഒരാൾ പോലും ഈ മതത്തിന്റെ പേരിൽ ഇന്ത്യയിൽ കലഹിച്ചിട്ടില്ല അതിനുശേഷം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഈ ആണവ കേന്ദ്രം ഇപ്പോ വ്യോമസേന മാർഷൽ AK ഭാരതിയോട് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ആണവ കേന്ദ്രം പാകിസ്ഥാനിലുണ്ടോ, ഞങ്ങൾക്കറിയില്ല, നിങ്ങൾ പറഞ്ഞു തന്നതിന് നന്ദി, അടുത്ത തവണ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു കള്ള ചിരിയോടെ അദ്ദേഹം പറഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോ ഈ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ പാകിസ്ഥാൻ ഇനി തല പൊക്കില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. കാരണം പാകിസ്ഥാന്റെ നാഡീവ്യൂഹം പാകിസ്ഥാൻ രഹസ്യമായി സൂക്ഷിച്ചിരുന്ന സ്ഥലമാണ് ഈ ആണവ കേന്ദ്രം. ഇത് ഇന്ത്യ അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 9 ഭീകര താവളങ്ങൾ മാത്രമല്ല ഇന്ത്യ ലക്ഷ്യമിട്ടത്, പാകിസ്ഥാന്റെ ആണവ കേന്ദ്രവും ഇന്ത്യ ലക്ഷ്യമിട്ടു. അതാണ് പ്രകോപനപരമായ പല പ്രസ്താവനകളും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടും ഇന്ത്യ മിണ്ടാതിരുന്നത്. ഈ ഭീകര താവളങ്ങൾ സ്കെച്ച് ചെയ്യണം, മാത്രമല്ല ഈ ആണവ കേന്ദ്രം എവിടെയാണെന്നുള്ളതും ഇന്ത്യക്ക് സ്കെച്ച് ചെയ്യണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ എന്താ പറയുക, കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 20% കേന്ദ്രങ്ങൾ ഇന്ത്യ പൂർണ്ണമായും തകർത്തു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് റാഫേൽ വിമാനങ്ങൾ ഉപയോഗിച്ച് മിസൈൽ കൊടുത്തുകൊണ്ട്
അവിടുത്തെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു. 20% പ്രദേശം പോയി എന്ന് പറയുമ്പോൾ, അതായത് അതിൻ്റെ ഈ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടെ അവിടേക്ക് നശിപ്പിച്ച് അതിനെല്ലാം നിർവീര്യമാക്കി കഴിഞ്ഞു. അതിൻ്റെ ദൃശ്യങ്ങളടക്കമാണ് പുറത്തു വന്നത്. സ്വാഭാവികമായി ഇനി പാകിസ്ഥാൻ്റെ ആവനാഴിയിൽ ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒന്നാമത് ചൈന കൊടുത്ത കുറേ സാധനങ്ങൾ മാത്രമായിരുന്നു അവരുടെ തുറുപ്പ് ചീട്ടായിട്ടുണ്ടായിരുന്നത്. അതെല്ലാം തന്നെ ഇന്ത്യ തകർത്തിരിക്കുന്നു. ഇനിയിപ്പം എന്തെങ്കിലും കരയുദ്ധത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും സാമഗ്രികൾ മാത്രമേ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഒരുപാട് സൈനികർ കൊല്ലപ്പെട്ടു. അവർ പറയുന്ന കണക്കുകളൊന്നുമല്ല. അതിന് മുകളിൽ അവരുടെ സൈനികർ ഒരുപാട് പേർ കൊല്ലപ്പെട്ടു. ഭീകരവാദികൾ കുറേയേറെ പേർ, അവരുടെ പ്രധാനപ്പെട്ട ഭീകരവാദി ഉൾപ്പെടെ അന്നത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായൊരു കരാറിൽ ഏർപ്പെട്ട് അല്ലെങ്കിൽ ഒരു അനുനയത്തിലൂടെ മാത്രമേ ഇനി അവർക്ക് മുന്നോട്ട് പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്നുള്ളത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി അവരത് പ്രകടിപ്പിക്കില്ല. അതായത് ഞങ്ങളുടെ കയ്യിൽ ഇനിയുമുണ്ട് എന്നുള്ള ഒരു ഭാവത്തിൽ അവർ ചില വിക്രിയകൾ കാണിക്കുന്നു എന്നേ മനസ്സിലാക്കാൻ കഴിയും. അത് പോയിട്ട് ഇവർക്ക് ഏറ്റവും കൂടുതൽ അടുപ്പം അമേരിക്കയുമായാണ്. അപ്പൊ അമേരിക്ക പറയും ഞങ്ങൾ ആയുധങ്ങൾ കൈ കൊടുക്കുന്നില്ല, ഞങ്ങൾക്ക് ഇന്ത്യയാണ് സുഹൃത്ത്, മൈ ഫ്രണ്ട് മോദി എന്നൊക്കെ വിളിക്കുമെങ്കിലും അമേരിക്ക അടിയിൽ കൂടെ ആയുധങ്ങൾ പാകിസ്ഥാന് സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ പാകിസ്ഥാന്റെ വിചാരം അമേരിക്കയും ഇന്ത്യയും തമ്മിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. പ്രത്യേകിച്ച് നരേന്ദ്രമോദി 2014 അധികാരത്തിന് വന്നതിന് ശേഷം ജോ ബൈഡന് മോദിയുമായി വലിയ താല്പര്യമില്ലെങ്കിൽ പോലും ട്രംപും മോദിയും വലിയ അടുപ്പക്കാരാണ്. അപ്പോ ഈ അമേരിക്ക പറയുമ്പോൾ ഇന്ത്യ കേൾക്കും എന്നുള്ളതായിരുന്നു പാകിസ്ഥാന്റെ തെറ്റിദ്ധാരണ. പക്ഷേ ഇന്ത്യ ആര് പറഞ്ഞാലും കേൾക്കില്ല. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാടുണ്ട്. ആ നിലപാടിൽ ഉറച്ച ഇന്ത്യ മുന്നോട്ട് പോകും. കാരണം ഇന്ത്യയുടെ ജനങ്ങളെ ആരെങ്കിലും കൈവച്ചാൽ, അവർ നിരപരാധികളുടെ ചോര ഇന്ത്യൻ മണ്ണിൽ വീണാൽ അതിന് ഇന്ത്യ പകരം ചോദിക്കും. അതിന് മൂന്നാമതൊരു ശക്തിയുടെ ആവശ്യമോ മൂന്നാമതൊരാളിന്റെ ആവശ്യമോ ഇന്ത്യക്കില്ല എന്ന് നരേന്ദ്രമോദി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അമേരിക്കയൊന്നും ഇതിന്റെ ഇടയിൽ വന്നിട്ടില്ല. പാകിസ്ഥാന്റെ DGMO വന്ന് ഞങ്ങളുടെ കാല് പിടിച്ച് ഫോണിൽ വിളിച്ചിട്ട് ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്ന് ഇന്ത്യയിലെ DGMOയെ വിളിച്ച് കാല് പിടിച്ചത് കൊണ്ടാണ് ഞങ്ങളിത് അവസാനിപ്പിച്ചത്. അല്ലാതെ അമേരിക്ക പറഞ്ഞത് കൊണ്ടോ വ്യാപാര ബന്ധം മെച്ചപ്പെടുത്താമെന്ന് പറഞ്ഞത് കൊണ്ടോ ഒന്നുമല്ല ഞങ്ങളിത് അവസാനിപ്പിച്ചതെന്ന് നരേന്ദ്രമോദി തന്നെ കൃത്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇനി അമേരിക്കയ്ക്ക് നമുക്കിടയിൽ ഒരു സ്ഥാനമില്ല. വ്യാപാരപരമായി നമുക്ക് ബന്ധമുണ്ട്, നല്ല സുഹൃത്തുക്കളാണ് അമേരിക്ക എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ കൊന്നിട്ട് പാകിസ്ഥാനുമായി ബന്ധം പുലർത്തണം, പാകിസ്ഥാന് വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് വരാൻ അമേരിക്കയ്ക്ക് അധികാരമില്ല. കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ നയതന്ത്രപരമായ കാര്യങ്ങളിലോ ആഭ്യന്തര കാര്യങ്ങളിലോ ഇടപെടാൻ ഇന്ത്യയിൽ നിന്ന് ആരും പോകുന്നില്ല. അപ്പൊ ഇന്ത്യയുടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ അമേരിക്കയും ഇന്ത്യ അനുവദിക്കില്ല. അവിടെയാണ് പാകിസ്ഥാൻ അടിപറ്റിയത് എന്നുള്ളതാണ്. മാത്രമല്ല ലോക രാജ്യങ്ങൾ മുഴുവൻ ഇന്ത്യക്കൊപ്പം, ഇപ്പൊ ഇന്നലെ തായ്വാൻ വരെ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചു. തായ്വാൻ പറഞ്ഞു ഞങ്ങൾ ഇതിൽ അപലപിക്കുകയാണ് ഈ വിഷയത്തിൽ, പക്ഷേ ഞങ്ങൾ എന്നും ഇന്ത്യക്കൊപ്പമാണ്. ഇന്ത്യ എന്ന് പറയുന്നത് വളർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ശക്തിയാണ് എല്ലാ മേഖലയിലും. ഇപ്പോ തുർക്കിയുടെ തന്നെ വ്യോമസേനയുടെ വിമാന സർവീസുകൾ റദ്ദാക്കിക്കൊണ്ട് 4000 കോടിയുടെ നഷ്ടമാണ് തുർക്കിക്കുണ്ടായിരിക്കുന്നത്. തുർക്കിയുടെ വിമാനങ്ങൾ ഇനി ഇന്ത്യയിൽ നിന്ന് പറക്കണ്ട എന്ന നിയമം മോദി സർക്കാർ എടുത്തു, നിലപാട് മോദി സർക്കാർ എടുത്തു. തീർന്നു അതോടെ തുർക്കിയുടെ അവസ്ഥ എന്ന് പറയാം. കാരണം ഏറ്റവും കൂടുതൽ വിപണനം തുർക്കിക്ക് നടക്കുന്നത് 148 കോടി ജനങ്ങളുള്ള ഇന്ത്യയാണ്. ഇതുപോലൊരു മാർക്കറ്റ് തുർക്കിക്ക് ഇനി കിട്ടാനില്ല. അപ്പൊ തുർക്കിയെ മൊത്തത്തിൽ പൂട്ടിക്കെട്ടി. അതിലേക്ക് ഇന്ത്യ വളർന്നു എന്ന് പറയുമ്പോൾ ഇനി പാകിസ്ഥാന് ആരൊക്കെ ആയുധങ്ങൾ കൊടുക്കുമോ അവരെല്ലാം ഇന്ത്യയുടെ ശത്രുക്കളാണ്. പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ആരാണ് അവരെല്ലാം ഇന്ത്യയുടെ ശത്രുക്കളാണ്. പാകിസ്ഥാൻ എന്ന് പറയുന്നത് പാകിസ്ഥാൻ എന്ന രാജ്യത്തെ അല്ല ഇന്ത്യ നോട്ടമിടുന്നത്. ഇന്ത്യ അവിടുത്തെ ഭീകരവാദികളെയും ഭീകരവാദത്തെയാണ് നോട്ടമിടുന്നത്. ആ ഭീകരവാദികൾക്ക് അവരെ രക്ഷിക്കാനായി ആര് മുന്നിട്ടിറങ്ങുന്നു അവരെല്ലാം ഇന്ത്യയുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് പാകിസ്ഥാനിന് എത്ര വേലികെട്ടി മറച്ചാലും പാകിസ്ഥാന്റെ ആണവ കേന്ദ്രം ഇന്ത്യ കണ്ടെത്തി കഴിഞ്ഞു. ഇനി എന്തെങ്കിലും രീതിയിൽ പാകിസ്ഥാൻ കളിച്ചാൽ ആണവ രാജ്യങ്ങളിൽ തമ്മിൽ ആണവ യുദ്ധം പാടില്ല എന്ന നിയമമുണ്ട്. ചിലപ്പോൾ അത് ലംഘിക്കാനും ഇന്ത്യ മടിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.